ഇലക്ട്രിക് ചാർജ്. ഫസ്റ്റ് പോയിന്റ് ടൈപ്പ് ഓഫ് ചാർജസ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് പോസിറ്റീവും സെക്കൻഡ് ടൈപ്പ് നെഗറ്റീവും. പോസിറ്റീവ് നമുക്ക് പ്രോട്ടോണിനും കൊടുക്കാം, നെഗറ്റീവ് നമുക്ക് ഇലക്ട്രോണിനും കൊടുക്കാം. ന്യൂട്രോണിന് അപ്പോൾ എന്തായിരിക്കും കൊടുക്കുക? ന്യൂട്രോണിന് ചാർജ് ഇല്ല, ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണ്, അത് ന്യൂട്രൽ ചാർജ് ആണത്. പിന്നെ SI യൂണിറ്റ്, ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൊളൂംബാണ്. എന്താണ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്? C ആണ്. ഇനി ഒരു പ്രോട്ടോണിന് എത്ര ചാർജ് ഉണ്ട്? പ്രോട്ടോണിന്റെ ചാർജ് എന്ന് വിളിക്കുന്നത് എത്രയാണ്? 1.6 into 10⁻⁻19 കൂളും, ദാറ്റ് ഈസ് ഈക്വൽ ടു +C. ഒരു ഇലക്ട്രോണിനോ? ഇലക്ട്രോൺ നെഗറ്റീവ് ആണെന്ന് അറിയുന്നുണ്ട്. -1.6 into 10⁻⁻19 കൂളും, ദാറ്റ് ഈസ് ഈക്വൽ ടു -C. ഓക്കെ. ഇനി എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവും. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ന്യൂട്രൽ ചാർജ് ആവുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഒരു ഒബ്ജക്റ്റിന്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു +or-Ne. N ഫ്രാക്ഷൻ ആകാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ എഴുതാം നമുക്ക്, Q 1 കൊളൂംബാണ്, അങ്ങനെയാണെങ്കിൽ Nന്റെ വാല്യൂ എത്ര? N ഈസ് ഈക്വൽ ടു Q/E ആണ്. Q ഈസ് ഈക്വൽ ടു 1 കൊളൂംബാണ്. Eന്റെ വാല്യൂ 1.6 into 10⁻⁻19 കൊളൂംബാണ്. ഇതും കൊളുമ്പ് ക്യാൻസൽ ചെയ്ത് വി വിൽ ഗെറ്റ് 1/1.6 into 10⁻⁻19 Nന്റെ വാല്യൂ. അപ്പോൾ എത്ര വരിക? N ഈസ് ഈക്വൽ ടു 6.25 into 10⁻18. Thank you.